ഇനി പന്നിയങ്കരയിലേക്കാണ്. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അവിടെ കരാർ കമ്പനി താൽക്കാലികമായി പിൻവാങ്ങിയിരിക്കുന്നു. പി സുമോദ് MLA കരാർ കമ്പനിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. ഈ മാസം 7-ന് കെ രാധാകൃഷ്ണൻ MPയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് അന്തിമ തീരുമാനം എടുക്കും. കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയിൽ 7.5 കിലോമീറ്റർ വരെയുള്ളവർക്ക് സൗജന്യ യാത്ര എന്നത് പന്നിയങ്കരയിലെ കരാർ കമ്പനി അധികൃതരുടെ നിലപാടായിരുന്നു. എന്നാൽ ദേശീയപാത നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസികളായ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ടോൾ പ്ലാസയിലൂടെ സൗജന്യ യാത്ര വേണമെന്ന ആവശ്യത്തിൽ നിന്ന് സമരസമിതി പ്രവർത്തകരും ജനപ്രതിനിധികളും പിന്നോട്ടു പോയില്ല. ഇതോടെയാണ് ഇന്ന് ആർക്കും സൗജന്യമില്ല എന്ന ഒരു നിലപാടിലേക്ക് കരാർ കമ്പനി അധികൃതർ പോയത്. 6 മണിയോടെ തുടങ്ങിയ DYFI പ്രതിഷേധം ശക്തമായതോടെ ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഉടൻ തന്നെ ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കാമെന്നും അതുവരെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ലെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. 10 കിലോമീറ്റർ പരിധി എന്ന നിലയിലേക്ക് ഉറച്ചു നിൽക്കുകയാണ്. അതിനാവശ്യമായ വിവിധ പോയിന്റുകൾ, അതായത് ടോളിൽ നിന്ന് വിവിധ പഞ്ചായത്തുകളിലെ 10 കിലോമീറ്റർ പരിധിയിൽ വരുന്ന പോയിന്റുകൾ കണക്കാക്കി പ്രായോഗികമായ തീരുമാനത്തിലേക്ക് പോകുമെന്നതാണ് ഇതുമായി വന്ന് പറയാനുള്ളത്. ഉച്ചയ്ക്ക് MLAയുടെ സാന്നിധ്യത്തിൽ ADM, തഹസിൽദാർ എന്നിവർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. 7-ാം തീയതി കെ രാധാകൃഷ്ണൻ MPയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുമെന്നും അതിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും MLA പി സുമോദ് അറിയിച്ചു. അതേസമയം MLAയും ഉദ്യോഗസ്ഥരും അടച്ചിട്ട മുറിയിൽ കരാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയത് ശരിയായില്ലെന്നാരോപിച്ച ഒരു വിഭാഗം സമരസമിതി പ്രവർത്തകർ രംഗത്തെത്തി. ഈ മാസം 7-ാം തീയതിയിലെ ചർച്ചയിലും 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ടോൾ സൗജന്യമാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. ജനപ്രതിനിധികൾ കൂടി ഒപ്പം നിൽക്കുന്നതോടെ കമ്പനി ഇതിന് വഴങ്ങുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ.